ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചോ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. അവർ ഭയങ്കരമായിട്ട് ഗിൽറ്റിലാണ്. അവർ ചെയ്ത ആ ഒരു തെറ്റ് ആലോചിച്ച്, നിങ്ങളോട് അവർ ചെയ്ത തെറ്റ് ആലോചിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ് നോക്കാം. ഇവിടെ ഈ ഒരു വ്യക്തികൾ ഭ്രമത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇവരുടെ മുന്നിൽ എന്താണോ കാണുന്നത് അത് ഇവർ നല്ലതാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ജീവിതം നല്ലതാവാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു. പക്ഷേ അതിൽ ഹിഡനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇവരുടെ ലൈഫ് ഇവർ വിചാരിക്കുന്നു ഇപ്പോൾ നേരെയാകും. ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് മാറാൻ പോവുകയാണ്, ജീവിതം നല്ല രീതിയിലാവാൻ പോവുകയാണ് എന്നാണ് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താണ് മോശം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇവരുടെ ലൈഫിൽ അശാന്തിയെ ഇവർ തന്നെ സ്വാഗതം ചെയ്തിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചില മര്യാദകൾ ഇവർ ലംഘിച്ചിരിക്കുകയാണ്. അത് കാരണമാണ് ഇവരുടെ ലൈഫിൽ അശാന്തി വരാൻ പോകുന്നത്. ഇന്ന് ഇവർക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കും. ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നേരെയായിട്ടാണ് ഉള്ളത് എന്നായിരിക്കും ഇവർ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ലൈഫിൽ എല്ലാം മാറി മറിയുന്നത് ഇവർക്ക് കാണാൻ സാധിക്കും. ഇതേ ഒരു വ്യക്തി ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇവരുടെ ആ ഒരു സ്വപ്നം എന്താണോ അതിലെത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർക്കൊരു മടിയുമില്ല. അതായത് വാശി, അതായത് ആരോടായാലും ദേഷ്യത്തിൽ പെരുമാറുക, മുന്നിൽ നിൽക്കുന്നത് വയസ്സായ ആളാണോ അല്ലെങ്കിൽ വയസ്സ് കുറഞ്ഞ ആളാണോ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക. ഇവർക്ക് ഇവരുടെ ആഗ്രഹം നടക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഇവരുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഭ്രമത്തിൻ്റെ ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. കാരണം ഇവരുടെ മുന്നിൽ കാണുന്ന എല്ലാം നല്ലതായിട്ടാണ് ഇവർ കരുതുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ ഈ ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരെ ദൈവം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തി മോശം വഴിയിൽ പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള ഒരു സൈനും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, ഈ വഴി പോകരുത് എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ എന്നിട്ടും ആ ഒരു വഴിയിൽ തന്നെ പോയി. കാരണം ഇവർക്ക് എപ്പോഴും ഒരു വാശിയാണ്. എന്താണോ ഇവർ ചെയ്യാൻ പോകുന്നത് അത് പൂർണ്ണമാക്കണം എന്നുള്ള വാശി. അത് മോശം കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് സ്വാർത്ഥരായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇവരുടെ ആ ഒരു മാനസിക സ്ഥിതി നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള മാനസിക സ്ഥിതിയാണ്. അപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടാണ് ഇവർക്ക് ഒരു സമാധാനം ലഭിക്കുക എന്നുള്ള ഇതിലാണ് ഇവർ ഇപ്പോൾ ഈ ഒരു വഴി ചൂസ് ചെയ്തേക്കുന്നത്. അതായത് തെറ്റായ വഴി ചൂസ് ചെയ്തേക്കുന്നത് നല്ലതെന്നും പറഞ്ഞു. ഒരു വ്യക്തി എപ്പോഴും തെറ്റായി പോകുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു സൈൻ ദൈവം കൊടുക്കും. അതായത് ഒന്ന് സ്റ്റോപ്പ് ആവാൻ, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ ഇവർക്ക് ഇവരുടെ മുന്നിൽ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ ആ വഴിയിൽ തന്നെ പോയി നിൽക്കാതെ ഇവിടെ ആരാണോ ഈ ഒരു വഴി ചൂസ് ചെയ്ത വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഇനി മാനസികമായിട്ട് ഒരു ശാന്തി ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ മര്യാദകൾ, എന്തൊക്കെയോ നിയമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് പാലിക്കാതെ ഇവർ മുന്നോട്ട് പോയി ഇവരുടെ ആഗ്രഹവുമായിട്ട്. അത് ഇവർ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കർമ്മകൾ എപ്പോഴും അശാന്തിയാണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ നാളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്. ഇവിടെ സാഹചര്യങ്ങൾ, അതായത് പരിസ്ഥിതികൾ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവം. അതായത് സത്യം എന്ത് കള്ളം എന്ത് എന്നുള്ള രീതിയിൽ ഇവരുടെ മുന്നിൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവർ ആ ഒരു വഴി ചൂസ് ചെയ്ത് വീണ്ടും ഇവരുടെ ആ ഒരു ഇഷ്ടം എന്താണോ ആ വഴി ചൂസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ശരിയായ ഒരു ടൈം എത്തുമ്പോഴാണ് നമ്മുടെ ഊർജ്ജം ബാലൻസ് വരുന്നത്. അങ്ങനെ ബാലൻസിൽ വരുമ്പോഴാണ് നമുക്ക് തെറ്റേത് ശരിയായതെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ശരിയും തെറ്റും വന്നിട്ട് പോലും ഇവർ ഇവരുടെ ആ ഒരു ഊർജ്ജത്തെ ബാലൻസിൽ കൊണ്ടുവരാതെ ഇവരുടെ ആഗ്രഹം എന്താണോ അതിന് പിറകെ പോയി. അതായത് ഒരു പ്രാവശ്യം ദൈവം ഇവരെ ഒന്ന് സ്റ്റക്കാക്കി, നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നിട്ട് പോലും ഇവർ ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ സത്യസന്ധമായിട്ടും നീതിപൂർണമായിട്ടും ഇവർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇവരെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുത്തിയതും. ഇല്ല എങ്കിൽ ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുത്തതും. എന്നിട്ടും ഇവർ ഈ പഴയ ആ ഒരു വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ എന്ത് തെറ്റാണ് ചെയ്ത. ചില മര്യാദകൾ തകർത്തു, ചില നിയമങ്ങൾ ഇവർ തകർത്തു. അതൊന്നും പാലിക്കാതെ ഇവരുടെ ഇഷ്ടത്തിന് ഇവർ എന്തോ ചെയ്തു. ഇന്നിവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഭ്രമമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. പക്ഷെ നാളെ ഉറപ്പായിട്ട് ഇവർ ചെയ്ത തെറ്റെന്താണ് ഇവർക്ക് മനസ്സിലാകുന്നതാണ്.
ഇവിടെ ഉറപ്പായിട്ടും ഇവരുടെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവരുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഒത്തിരി ശത്രുക്കളെ ഇവർ നേടിയിട്ടുണ്ട്. 2 പേർ ഇവരെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സമയം ഇവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് ഇവർ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ഇപ്പോൾ പോകുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇവർക്ക് മനസ്സിലാവുകയുള്ളൂ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇങ്ങനെ കറക്കി കറക്കി വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ സാഹചര്യങ്ങളും ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇവിടെ കള്ളവും സത്യവും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെ കള്ളം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സത്യത്തിനെ കാണിക്കാൻ സാധിക്കും? അതുപോലെയാണ് അവരുടെ അവസ്ഥ. കള്ളം മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് കള്ളമാണ് എന്ന്. എന്നിട്ടും സത്യത്തിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു ഇവർ. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപദ്രവിച്ചു. അത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി എന്തിനാണ് ഇവരെ ഉപദ്രവിച്ചത് എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിഷമിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കാൻ വേറൊരു വ്യക്തി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതം വച്ച് നോക്കുമ്പോൾ ദൈവം പറയുന്നില്ല ആർക്കാണ് നഷ്ടം കിട്ടാൻ പോകുന്നത്, ആർക്കാണ് ലാഭം കിട്ടാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം വെച്ച് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഇത് ഒരു സത്യത്തിൻ്റെയും കള്ളത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഇതാണ്. അതായത് ഇവിടെ ഒരു വ്യക്തിക്ക് അവർ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലായി. എന്നിട്ടും ആ വ്യക്തി കള്ളത്തിൻ്റെ കൂടെ പോകുന്നു സത്യത്തിനെ ഇഗ്നോർ ചെയ്തിട്ട്. ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു കുട്ടിക്കാലത്തെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ള ഇതാണ്. ഈ വ്യക്തിക്ക് എപ്പോഴും ഇഷ്ടം ക്യാഷ് കൊണ്ട് നല്ല രീതിയിൽ സമ്പന്നനായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവരുമായിട്ടാണ് ഇവർ എപ്പോഴും കൂട്ടുകൂടുന്നത്. ഇവർ വിചാരിക്കുന്നത് ക്യാഷാണ് എല്ലാം, സർവോപരി ക്യാഷാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല. ക്യാഷിന് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ മുന്നിൽ കള്ളം ചെയ്യുന്ന വ്യക്തിയായാലും സത്യം ചെയ്യുന്ന വ്യക്തിയായാലും ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. ഇവരുടെ ആഗ്രഹം നടക്കണം, അത്രേ ഉള്ളൂ. ഇവർക്ക് എന്ത് ജോലി നമ്മൾ കൊടുത്താലും ഒരു സത്യസന്ധത ഉറപ്പായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഇവർ മിത്രങ്ങളായിട്ട് കാണുന്നവർ നാളെ ഇവരുടെ ശത്രുക്കളാകുമെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നല്ല രീതിയിൽ ഇൻഡ്യൂഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കൂടെ മിത്രങ്ങളായിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് നല്ലത് ചെയ്യുവാനാണ് ഈ ഒരു മിത്രങ്ങൾ ഇവരുടെ കൂടെ ഉള്ളത് എന്ന്. പക്ഷേ സ്ഥിതികൾ മുന്നോട്ട് പോകുമ്പോൾ മാറുന്നതാണ്. ഈ ഒരു മിത്രങ്ങൾ തന്നെ ഇവരെ ചതിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ അത് മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും പറയത്തില്ല, നമ്മൾ ലക്ഷ്മി നാരായണൻ്റെ പൂജയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ധനവരവ് ഉണ്ടാവാനും ധനത്തിൻ്റെ ആ ഒരു കുറവ് മാറ്റുവാനും എല്ലാം ലക്ഷ്മി നാരായണ പൂജയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ ലക്ഷ്മി നാരായണ പൂജ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മിയുടെ കൂടെ ഭഗവാൻ നാരായണനും നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ എന്ത് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമോ, സുഖമാണോ സമൃദ്ധിയാണോ എല്ലാം ഈ ഒരു ലക്ഷ്മി നാരായണ നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ലക്ഷ്മി നാരായണനുള്ള വീടുകളിൽ ഒരിക്കലും ഒരു ഭ്രമത്തിൻ്റെ അവസ്ഥ ഒരിക്കലും ഉണ്ടാവത്തില്ല. അതായത് കാണുന്നതൊന്ന് അതിൻ്റെ പിറകിൽ മറ്റൊന്ന്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. എന്ത് പൈസ നിങ്ങളുടെ ലൈഫിൽ വന്നാലും അത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ചിലവാക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ വേറൊരു രൂപമുണ്ട്. അത് വളരെ മോശം രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വളരെ മോശം രീതിയിൽ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് പൂർവികമായിട്ട് എന്തൊക്കെ ഉണ്ടോ കിട്ടിയ സമ്പാദ്യങ്ങൾ എല്ലാം എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇത്ര മോശം രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലക്ഷ്മി ദേവി എല്ലാം എടുത്തിട്ട് പോകുന്നത്, നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അതേ ഒരു സ്ഥിതിയാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവർ നോക്കുമ്പോൾ കാണുന്ന ലക്ഷ്മി ദേവി ഇവരുടെ വീട്ടിൽ വരുന്നു, ഇനി ഇവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർക്കുള്ളതും കൂടെ എടുത്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി വന്നിട്ട് പോകാൻ പോകുന്നത് എന്ന്. ചിലപ്പോൾ മുന്നേ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ വന്ന് കാണും, ഇവർ ചെയ്യുന്ന ആ ഒരു കാര്യം ഓർത്ത് ഇവർ ചെയ്യുന്ന തെറ്റാണ്, ഇങ്ങനെ നിയമങ്ങൾ പാലിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമായിട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നേ ഒരു ഇൻറ്റ്യൂഷൻ വന്ന് കാണും. ഇവർ ചെയ്യുന്ന വളരെ വലിയ പാവമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുകയാണ്. ചില കാര്യങ്ങൾ മാറിയാൽ മാത്രമേ പല ആൾക്കാർക്കും കണ്ണുകൾ നേരെ തുറന്ന് കാണാൻ സാധിക്കൂ അവരുടെ മുന്നിൽ ഉള്ളത് നല്ലതല്ല ചീത്തയായിരുന്നു എന്ന്.
ഇവിടെ ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഇവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വളരെ മോശം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എന്തോ ഇവർക്ക് നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉറക്കം വളരെ കുറവായിട്ടാണ് വരുന്നത്. ഒരു വ്യക്തി എടുത്ത തീരുമാനം ശരിയാണെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് ഉറക്കമില്ലായ്മ ആ ഒരു പ്രോബ്ലം വരും? അങ്ങനെ ഒരിക്കലും വരത്തില്ല. ഒരു വ്യക്തി എടുത്ത തീരുമാനം ശരിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും വരത്തില്ല. അതായത് ഇവിടെ ഹൃദയം മനസ്സിലാക്കുന്നുണ്ട് എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന്. പക്ഷെ എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവർ. എല്ലാവർക്കും അന്തരാത്മാവെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു അന്തരാത്മാവിന് അറിയാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. അതായത് ശരിയാണോ തെറ്റാണോ എന്ന് അന്തരാത്മാവിന് എപ്പോഴും അറിയാൻ സാധിക്കും. ഇവിടെ ഇവരുടെ അന്തരാത്മാവ് ഭയങ്കരമായിട്ട് കരയുകയാണ്. കാരണം ഇവർ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് ഇവരുടെ ആത്മാവ് ഇവരോട് പറയുകയാണ്. കാരണം ഇവർ ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ഫലം ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതുവരെയും എനിക്ക് ഒരു ന്യായത്തിന്റെ ആ ഒരു ന്യൂസ് പോലും ലഭിച്ചിട്ടില്ല എന്ന്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് ന്യായത്തിന്റെ രീതിയിലുള്ള പിക്ചേഴ്സ്, അതായത് മഹാഭാരതം, അതിൽ അർജുനന് ഗീതോപദേശം കൊടുക്കുന്ന നമ്മുടെ കൃഷ്ണൻ, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവാം. ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇവരുടെ മുന്നിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇവർ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരണമെങ്കിൽ ഒരു ടവർ മൂമെൻറ്റ് ഇവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവരുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയത്. കാണുമ്പോൾ വിചാരിക്കും എല്ലാം നല്ലതായിട്ടാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ കുറച്ച് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലാവും എന്താണ് നല്ലത് നടക്കാൻ പോകുന്നത് എന്ന്. നിങ്ങൾ എപ്പോഴും ന്യായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള സ്ഥിതികളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നേരെ ന്യായം നടക്കത്തില്ല എന്ന് വിചാരിക്കരുത്. കാരണം ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നീ ഒരു യുദ്ധഭൂമിയിൽ വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല. അപ്പുറത്ത് നിൽക്കുന്നത് നമ്മൾ ബന്ധുക്കളാണോ ആരോ, പക്ഷെ അവരെ നമ്മൾ യുദ്ധം ചെയ്ത് കീഴടക്കിയേ പറ്റത്തുള്ളൂ. അതാണ് നിന്റെ ധർമ്മം. ധർമ്മം എന്താണെന്ന് അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് നിങ്ങൾക്ക് നേരെയും ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ലായിരിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുന്നത്. മഹാഭാരതം എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു വ്യക്തിയെ കാപട്യം കൊണ്ട് ചതിച്ചു, കള്ളം കൊണ്ട് ചതിച്ചു. തിരിച്ച് ആ വ്യക്തിക്കും ലഭിക്കുന്ന എന്താണ്? അതേ സെയിം രീതിയിൽ, അതേ സെയിം നാണയത്തിലാണ് തിരിച്ച് അങ്ങോട്ടും ചതി ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു കൃഷ്ണന്റെ കയ്യിലുള്ള ആ ഒരു സുദർശന ചക്രമില്ലേ, അത് ന്യായത്തിന്റെ ആ ഒരു പ്രതീകമാണ്. എവിടെയാണോ അന്യായം നടക്കുന്നത് ആ ഒരു സുദർശന ചക്രം അവിടെ പോയി ന്യായം നടത്തുന്നു. അതേപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ അന്യായം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. പ്രകൃതിയുടെ ഒരു നിയമമാണ് ന്യായം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രകൃതി നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തിയുടെ അന്തരാത്മാവ് ഭയങ്കരമായിട്ട് കരയുകയാണ്. കാരണം അവരുടെ അന്തരാത്മാവ് അത്രമാത്രം അനുഭവിച്ചു അന്യായം, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്യായം സഹിച്ചു. അപ്പോൾ അവർ ആ ഒരു ന്യായത്തിന് വേണ്ടി അത്രമാത്രം കേഴുകയാണ് ദൈവത്തിനോട്. അങ്ങനെയുള്ള ആരോ ഈ കൂട്ടത്തിൽ കാണുന്നവരിൽ ആരോ അങ്ങനെ ആൾക്കാരുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങൾക്കും ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ആ ഒരു വ്യക്തി ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങളോട് അന്യായം പ്രവർത്തിച്ചത്. അത് ഈശ്വരൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദുഷ്ടതയോട് കൂടിയുള്ള ആ ഒരു പെരുമാറ്റം നിങ്ങൾ ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടുണ്ടാവത്തില്ല. ആ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത്. നിങ്ങൾ എപ്പോഴും വിചാരിച്ചത് ഈ ഒരു വ്യക്തി ഈ രീതിയിൽ ഇത്രയും താഴ്ന്ന രീതിയിൽ പോകത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ ആ ഒരു വ്യക്തി അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിൽ പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ സത്യവും കള്ളവും ഇവരുടെ ആ ഒരു മുന്നിലുണ്ട്. പക്ഷെ ഇവർ ഇപ്പോഴും ഇവരുടെ ആ ഒരു കള്ളത്തെ സത്യമായിട്ടാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് എല്ലാ കാര്യവും മനസ്സിലായി. എന്നിട്ടും ഇവർ ഇങ്ങനെ കള്ളത്തെ സത്യമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് മറ്റൊരാളോടും പറയാൻ പറ്റത്തില്ല. ഇവർ സ്വയം കുഴിച്ച കുഴിയാണിത്. ഇവിടെ ഹൃദയം ഇവരുടെ ആ ഒരു വാസ്തവികത എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് പറയുന്നത് വേണ്ട, മനസ്സിലാക്കണ്ട, ഹൃദയം പറയുന്നത് കേൾക്കണ്ട, മനസ്സ് പറയുന്നത് കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഇനി പുറത്തു പോയാൽ ആൾക്കാർ പറയും, ആ
നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ആൾക്കാർ പറഞ്ഞ് കളിയാക്കത്തില്ലേ. അതുകൊണ്ട് ഇവർ പുറത്തൊന്നും അറിയിക്കാതെ ഈ ഒരു കാര്യത്തിനെ മറച്ചു വയ്ക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നറിയാം, പക്ഷെ ആ ഒരു തെറ്റ് സ്റ്റോപ്പാക്കിയിട്ട് സോറി പറയത്തില്ല. വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ ഒരു വ്യക്തി. ഇവിടെ കർമ്മം ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആ ഒരു കർമ്മത്തിൻ്റെ ബലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഇവർക്കറിയാം. ഒരു കാര്യം ആലോചിച്ചപ്പോൾ ഇവരുടെ ആത്മാവ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. തെറ്റായ കർമ്മം ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്, അതിൻ്റെ ബലവും ഇനി ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്നാലോചിച്ച്. ഇവർ എന്താണോ ചെയ്തത് അത് ഒട്ടും തന്നെ നല്ല കാര്യമായിരുന്നില്ല. കാരണം ആ രീതിയിൽ മോശകർമ്മമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള കർമ്മം നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളോട് ചെയ്യത്തില്ല. ആ രീതിയിലുള്ള ഒരു കർമ്മമാണ് ഇവർ നിങ്ങളോട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ദേഷ്യം വരുമ്പോൾ ഇവർ പറയുന്ന ആ ഒരു റിയാക്ഷൻ, ഇവരുടെ ആ ഒരു ലിമിറ്റ് പോലും ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ നിങ്ങളോട് റിയാക്ട് ചെയ്തത്. ഒരു വ്യക്തി അങ്ങനെ ഒരിക്കലും ലിമിറ്റ് ക്രോസ് ചെയ്ത് മറ്റൊരു വ്യക്തിയോട് റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ശത്രുക്കൾ പോലും ക്രോസ് ചെയ്യാത്ത ലിമിറ്റാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ക്രോസ് ചെയ്തത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളോട് ഒരു ശത്രുതാഭാവമാണ് വച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു വ്യക്തി ക്യാഷ് കൊണ്ട് ഇവരെ കീഴടക്കിയിരിക്കുകയാണ്, ക്യാഷ് കാണിച്ച്. അപ്പോൾ ഇവരുടെ ചിന്തയിൽ ക്യാഷാണല്ലോ സർവോപരി. ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം. അങ്ങനെ ക്യാഷിൻ്റെ പിറകെയാണ് ഇവർ പോയത്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഒരു ശത്രുതാഭാവം നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി എപ്പോഴും ഭയങ്കരമായിട്ട് കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് പ്രശ്നമാണ്. വയറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ആരോഗ്യ പ്രശ്നം അവർക്കുണ്ടാവും. രണ്ട്, മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാരണം ടെൻഷനായിരിക്കും എപ്പോഴും, ഇവരുടെ ആ ഒരു കള്ളം പുറത്ത് വരുമോ എന്നാലോചിച്ച്. ഇവിടെ സമയം മാറുന്ന അനുസരിച്ച് ഇവരുടെ ആ ഒരു കള്ളം ഉറപ്പായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. പക്ഷേ ഇവർ അതിനെ മാക്സിമം മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ ഇവരുടെ ആ ഒരു വാണി അത് റിലേറ്റഡ് ആയിട്ട് തെറ്റായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വാണി, ഇവർ എന്താണോ പറയുന്നത് അത് ഓപ്പോസിറ്റുള്ള വ്യക്തി നേരെ തിരിച്ചാണ് കേൾക്കുന്നത്. മോശം വാക്കുകളാണ് ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതാണ്, പക്ഷെ മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമാണ് എന്ന്. കൂടാതെ ഇവരുടെ ആ ഒരു പെരുമാറ്റം, ഇവരുടെ സ്വഭാവം എല്ലാം മോശമായി കൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തെറ്റായ സ്വഭാവങ്ങളിലേക്ക് പോവുക. ഇവർ ഡ്രിങ്ക് ചെയ്യാത്ത ആൾ ഡ്രിങ്ക് ചെയ്യുക, സ്മോക്ക് ചെയ്യാത്ത ആൾ സ്മോക്ക് ചെയ്യുക, മോശം കൂട്ടുകെട്ടിൽ പെട്ടുപോകുക, മോശം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ഈ ഒരു കള്ളം പറയുന്നതും ആയിട്ടുള്ള ആ വ്യക്തികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ 2-3 കാര്യങ്ങളില്ലെങ്കിൽ പോലും ഇവരുടെ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്പോഴും വളരെ മോശമായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ആ ഒരു ദേഷ്യപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അനാവശ്യമായിട്ടുള്ള മോശം വാക്കുകൾ യൂസ് ചെയ്യുക, ഇതൊക്കെ ഇവരുടെ സ്വഭാവമായിരിക്കും. അതായത് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ വ്യക്തി ഇപ്പോൾ വളരെ മോശ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. പിന്നെ പതുക്കെ പതുക്കെ ഈ വ്യക്തിയുടെ ആ ഒരു മാനസിക നില തകരാറിലാവും. പതുക്കെ പതുക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മാനസിക രോഗികളെ, അവർ ഇങ്ങനെ ആയാണ് മാനസിക രോഗിയായി മാറുന്നത്. ഇവിടെ സ്വന്തം ശത്രു സ്വയം ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ. അതായത് എവിടെ നിന്നാണ് തുടങ്ങിയത്, അതായത് ആദ്യം ഇവർക്ക് കാണിച്ചു കൊടുത്തത് നല്ല ഒരു കാര്യം, പക്ഷെ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് വളരെ മോശം കാര്യമാണെന്ന് ഇവർ വിചാരിച്ചില്ല. അവിടെ നിന്നാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ജീവിതം സ്വയം നശിക്കാൻ പോവുകയാണ് എന്ന്. അതായത് ഈ ഒരു വ്യക്തി വൃക്ഷത്തിൻ്റെ ആ ഒരു ശാഖയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു വൃക്ഷത്തിൻ്റെ ശാഖ കട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ ആ ഒരു റിയാക്ഷൻ കൂടുതലായിട്ട് പോകുന്നതായിട്ട്. ചില കാര്യങ്ങളിൽ ഇവർക്ക് കൺട്രോൾ ഇല്ല, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇവർ. ഭയങ്കരമായിട്ടുള്ള അപശബ്ദങ്ങൾ ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇവരുടെ സ്വഭാവം ഇവർക്ക് തന്നെ പിടിക്കാതെയാകുന്നു. പക്ഷെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായിട്ട് തോന്നും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ അവസ്ഥ ഇതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ സന്തോഷം വന്നിട്ട് പോലും ഇവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല.
ഈ ഒരു വ്യക്തി പൈസയുടെ പിറകെ ഭയങ്കരമായിട്ട് പോകുന്ന വ്യക്തിയാണ്. ഒരു പൈസ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും. ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരെയാക്കാൻ വേണ്ടി തന്നെ ഒത്തിരി പൈസ ഇവർക്ക് ചെലവാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ ഇവർക്ക് അവയർനെസ് ദൈവം കൊടുത്തതാണ്, പക്ഷെ അപ്പോൾ ഇവർ അവെയറായിരുന്നില്ല. എങ്കിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഇവർക്ക് കാണേണ്ടി വരത്തില്ലായിരുന്നു. ഇവിടെ ഇവരുടെ അന്തരാത്മാവ് ഇവരോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഇവർ ചെയ്യുന്നത് തെറ്റാണ്, തെറ്റായ വഴികൾ പോവരുതെന്ന്. അപ്പോൾ ഇതെല്ലാം ഇവർ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളും ഇവരെ മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ട് വാശി, എൻ്റെ ആഗ്രഹം നടക്കണമെന്നുള്ള വാശി. അങ്ങനെയാണ് ഇവർ ആ വഴി കൂടെ തന്നെ പോയത്. ഇവർക്ക് കാണുമ്പോൾ എല്ലാം നല്ല മനോഹരമായിട്ട് തോന്നി. ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം പെട്ടെന്ന് കിട്ടുമെന്നുള്ള രീതിയിൽ ഇവർ നല്ലതാണെന്ന് വിചാരിച്ച് പോയി. പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത് തെറ്റായി പോയി എന്ന്. ആ സമയം നിങ്ങൾ ഇവരോട് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഇവർ വെറുപ്പ് കാണിച്ചു. ഇപ്പോഴും നിങ്ങളോടൊരു ശത്രുതാഭാവമാണ് ഇവർ കാണിക്കുന്നത്. ക്രൂരമായിട്ടാണ് ഇവർ നിങ്ങളോട് പെരുമാറിയത് പോലും. ഇവിടെ ഇവർ ഇരിക്കുമ്പോൾ ഇവരുടെ കാതുകൾ കൊണ്ട് ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് വേറെ രീതിയിലുള്ള സൗണ്ട്. അതായത് ഇവരോട് ആരോ ഇങ്ങനെ കാതിൽ പറയുന്നത് പോലെ, നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, നിങ്ങൾ തെറ്റായ വഴിയിൽ കൂടെ പോയി എന്നൊക്കെ. ഇവർക്ക് ലൈഫിൽ ഒരു കൺട്രോളും ഇല്ലാത്തതുപോലെ കൺട്രോളെല്ലാം അവസാനിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് പറയുന്നത്, മറ്റുള്ളവരോട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു കൺട്രോൾ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്ന്. ഇവിടെ ഒരു വ്യക്തിയുടെ ദേഷ്യവും ആ ഒരു സ്വാർത്ഥതാഭാവവും ആ വ്യക്തിയുടെ ലൈഫിൽ എന്ത് ശരി എന്ത് തെറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കി കളഞ്ഞു. ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളത്. ഇവരുടെ ആ ഒരു കർമ്മം ഇവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബലം ലഭിക്കാൻ പോകുന്ന സമയമാണ്. ഇവർക്കറിയാം ഇവരുടെ ആ ഒരു മോശകർമ്മം ഒരിക്കലും ഇവർക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന്, അതിൻ്റെ ബലം. ഇവിടെ മാനസിക സ്ഥിതി വളരെ മോശം രീതിയിൽ ഇല്ലാതാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് വ്യക്തിയാണോ കള്ളം പറയുന്നത്, ഒരു സമയം കഴിയുമ്പോൾ അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇവിടെ ഇവരുടെ മനസ്സിപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. സ്വയം എന്താണോ തെറ്റ് ചെയ്തത് അതിൻ്റെ ആ ഒരു ഊർജ്ജമാണ് അവർക്ക് ഫീലാകുന്നത്. അതായത് ഇവർ ചെയ്തതുപോലെ ഇനി വേറെ ആരെങ്കിലും ഇവരോട് ചെയ്യുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. പിന്നെ ഇവർ ചിന്തിക്കും, എനിക്ക് ഒരു അവസരവും കൂടെ കിട്ടിയാൽ ഞാൻ വീണ്ടും എല്ലാം നേരെയാക്കുമെന്ന്. പക്ഷെ ഇനി ഒരു അവസരം ഇവർക്ക് ലഭിക്കുകയില്ല എന്ന് ഇവർക്ക് അറിയത്തില്ല. ഒരു കാര്യത്തിലും ഒരു മനസ്സില്ലാത്ത അവസ്ഥ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന അവസ്ഥ. ഇനി പെട്ടെന്ന് ചില ആൾക്കാർ വണ്ണം വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വണ്ണം കുറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇവരുടെ ആ ഒരു മാനസിക സ്ഥിതി നേരെ അല്ലാതാവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവരുടെ ആ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇവരുടെ വണ്ണം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, കുറയുന്നതായിട്ടല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വൈറൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഇവർക്കുണ്ട്. ഇവിടെ ഇവർ ചെയ്ത മോശകർമ്മമാണ് ഇവരെ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മോശകർമ്മം ചെയ്ത വ്യക്തിയെ ഇനി ആരും സഹായിക്കത്തില്ല. ഇവിടെ എന്തായാലും ഇവരുടെ ആ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഇവരുടെ ലൈഫിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഓരോ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും പുറത്തു വരാൻ പോകുന്നത് ഇവരുടെ. ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവർ ചെയ്തത് തെറ്റാണ്, എത്ര ബൗണ്ടറീസിനെയാണ് ഇവർ ക്രോസ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവർ ചെയ്ത തെറ്റ് എപ്പോഴാണോ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുവരെ ഇവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ബലം ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ സ്വയം ഇവർ തന്നെ ഇവരുടെ ശത്രുവായി മാറിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വേറൊരാളുടെ ആവശ്യം ഇവർക്ക് വന്നില്ല അതിന്. ഇവിടെ ഇവരുടെ പല കാര്യങ്ങളും പതുക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇവരുടെ ആ ഒരു വാശി അത് കളയത്തില്ല. ഇവരുടെ തെറ്റ് ഇവർ അംഗീകരിക്കത്തേയില്ല. ഇനി ഇവരുടെ ആ ഒരു തെറ്റ് സർഫസിൽ വരുമ്പോൾ ഇവർ ആ തെറ്റിനെ മറ്റുള്ളവരുടെ തലയിൽ വച്ച് കെട്ടും. വ്യക്തി രണ്ട് വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ കൂടും എപ്പോഴും. കാരണം ഇവർ പല പ്രാവശ്യവും ബൗണ്ടറി ക്രോസ് ചെയ്തു. അത് ഇവരുടെ അന്തരാത്മാവിനെ അറിയുകയും ചെയ്യാം. ഇത് നിങ്ങൾ കാരണമാണ് ഇവർക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ഇവർ ചിന്തിച്ച് നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളില്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിലൊരു കണ്ണും ഇവർക്കുണ്ട്.
നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പരിവർത്തനം ഉണ്ടാകുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, അതിലെല്ലാം ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ശബ്ദം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. വളരെ മോശം രീതിയിലാണ് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ കയ്പേറിയ വാക്കുകളാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മാത്രമല്ല അപശബ്ദം നിങ്ങളോട് പറയുന്നത്, മുന്നേ തൊട്ടേ ഇവർ നിങ്ങളോട് അപശബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം സത്യം എന്ത് കള്ളം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ സമയം പോകുന്ന അനുസരിച്ച് ഈ വ്യക്തിയുടെ കള്ളം എന്താണെന്ന് എല്ലാവരും അറിയുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ ഒരു വ്യക്തി അനുഭവിച്ച ആ ഒരു ആഴത്തിൽ അനുഭവിച്ച എന്താണോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തുമാത്രം വേദനയാണ് ഈ വ്യക്തിയിൽ നിന്ന് സഹിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അന്തരാത്മാവിനറിയാം ഉറപ്പായിട്ടും എനിക്ക് ന്യായം ലഭിക്കുന്നു. അതുകൊണ്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോയി യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത്. എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.